Okay, good morning. So, നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ത്രീ ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ദാറ്റ് ഈസ് പ്രൈമറി ഇലക്ട്രോഡ്, സെക്കൻഡറി ഇലക്ട്രോഡ് ആൻഡ് ഇൻറ്റേർണൽ റെഫറൻസ് ഇലക്ട്രോഡ്. അതിൽ പ്രൈമറി ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ എന്തിനാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ അൺനോൺ ഇലക്ട്രോഡ് അല്ലേ. നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിങ്കോ അല്ലെങ്കിൽ കോപ്പറോ അല്ലെങ്കിൽ മെഗ്നീഷ്യം, അലൂമിനിയം ഏതൊരു ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ റെഫറൻസ് ഇലക്ട്രോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഏത് ഇലക്ട്രോഡിൻ്റെ ആണോ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ ഇലക്ട്രോഡിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് എന്ത് ചെയ്യും? കപ്പിൾ ചെയ്യും. കപ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു സെല്ല് കിട്ടും അല്ലേ. രണ്ട് ഇലക്ട്രോഡ് ചേരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു സെല്ല് കിട്ടും. സോ ആ സെല്ലിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആ സെൽ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുക? റെഫറൻസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്താണ്, അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു അൺനോൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിങ്ക് എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു നിർത്തി. SHE കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ നെക്സ്റ്റ് ഇലക്ട്രോഡ്, ദാറ്റ് ഈസ് കലോമൽ ഇലക്ട്രോഡ്. എന്താണ് കലോമൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്? സോ നമ്മൾ ഈ കലോമൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ ക്ലാസ് ഓഫ് മെറ്റൽ ഇൻസോല്യൂബിൾ സോൾട്ട് ഇലക്ട്രോഡ്. ഇതൊരു മെറ്റൽ ഇൻസോൾയൂബിൾ സാൾട്ട് ഇലക്ട്രോഡ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ അകത്ത്, ഈ ഇലക്ട്രോണിൻ്റെ അകത്ത് ആരുണ്ട്? നമ്മൾ മെറ്റലായിട്ടുള്ള മെർക്കുറി ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ തന്നെ സോൾട്ട് ആയിട്ടുള്ള മെർക്കുറസ് ക്ലോറൈഡ് ഉണ്ട്. സോ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് എന്ത്? നമ്മുടെ കലോമൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊരു മെറ്റൽ ഇൻസോല്യൂബിൾ സാൾട്ട് ഇലക്ട്രോഡിന് എക്സാമ്പിളാണ് എന്ത്? നമ്മുടെ കലോമൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കലോമൽ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, നമ്മുടെ ഈ കലോമൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ്സ് വാല്യൂ ഇസ് 0.2810 വോൾട്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ട് എത്രയാണ്? ഇതിൻ്റെ ഇലക്ട്രോഡ് വോൾട്ട് എത്രയാണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണ്? ഇറ്റ് ഈസ് 0.2810 വോൾട്ടാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് വേരി ചെയ്യും, അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. സോ ആദ്യം നമ്മുടെ കലോമൽ ഇലക്ട്രോഡിൻ്റെ കൺസ്ട്രക്ഷൻ. സോ ദിസ് ഇസ് ദ മോഡൽ ഓഫ് അവർ കലോമൽ ഇലക്ട്രോഡ്. ഈ കലോമൽ ഇലക്ട്രോഡ് ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഗ്ലാസ് ട്യൂബ്. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ നമ്മൾ എന്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്? നമ്മളെ മെർക്കുറി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ മെർക്കുറസ് ക്ലോറൈഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ മെർക്കുറസ് ക്ലോറൈഡ് Hg2Cl2 അതിനെയാണ് നമ്മൾ എന്താ പറയുക? കലോമൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്? നമ്മളെ KCl സൊല്യൂഷൻ, പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിലൂടെ നമ്മൾ എന്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്? ഒരു പ്ലാറ്റിനം വയർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇലക്ട്രിക്കൽ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? നമ്മളെ പ്ലാറ്റിനം വയർ ഇതിലൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ സെറ്റപ്പ് ഓഫ് അവർ കലോമൽ ഇലക്ട്രോഡ്. ഓക്കെ, സോ കലോമൽ ഇലക്ട്രോഡും ഓൾറെഡി പല എക്സാംസിന് ചോദിച്ച ഒരു ചോദ്യമാണ് കലോമൽ ഇലക്ട്രോഡ്. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു ഈ കലോമൽ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.2810 വോൾട്ട് ആണെന്നുള്ളത്. പക്ഷേ ഈ KCl നമ്മൾ എടുത്തിരിക്കുന്ന ഈ KCl സൊല്യൂഷൻ്റെ നോർമാലിറ്റി മാറുന്നതനുസരിച്ച്, മൊളാരിറ്റി കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് എന്ത് മാറും? ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറും. ഓക്കെ, നമ്മൾ നോക്കുന്ന സമയത്ത് അതായത് നമ്മൾ 0.1 മോളാർ KCl സൊല്യൂഷനാണ് എടുക്കുന്നതെങ്കിൽ നമ്മളെ കലോമൽ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? പ്ലസ് 0.33 വോൾട്ട് ആയിരിക്കും. ഇനി നമ്മൾ 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ ആണെങ്കിൽ, കുറച്ചും കൂടി കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷനാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് 0.2810 വോൾട്ട് ആയിരിക്കും. ഇനി നമ്മൾ എടുക്കുന്നത് സാച്ചുറേറ്റഡ് KCl സൊല്യൂഷനാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും 0.2422 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, വേരിയേഷൻ ഇൻ ദ പൊട്ടൻഷ്യൽ ഓഫ് എ കലോമൽ ഇലക്ട്രോഡ് വിത്ത് എ ചേഞ്ച് ഇൻ ക്ലോറൈഡ് അയോൺ, ദാറ്റ് ഈസ് KCl സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് എന്ത് മാറും? അതിൻ്റെ പൊട്ടൻഷ്യലും മാറും. ഇതും പ്രീവിയസ് ഇയറിൽ ഇത് മാത്രമായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് KClൻ്റെ സൊല്യൂഷൻ കോൺസെൻട്രേഷൻ്റെ മാറുന്ന സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ വാല്യൂ എങ്ങനെ ചേഞ്ച് ആവുന്നു എന്നുള്ളതും ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇത്. ഓക്കെ,
സോ ഈ KCl സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് എന്ത് മാറും? അതിൻ്റെ പൊട്ടൻഷ്യൽ വാല്യൂ മാറുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് പറയണം? ഇതിൻ്റെ സെൽ റിയാക്ഷൻ എന്താണെന്നുള്ളത്, ഈ കലോമൽ ഇലക്ട്രോണിൻ്റെ സെൽ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ ഹിയർ ദ സെൽ റിയാക്ഷൻ ഈസ് മെർക്യൂറസ് ക്ലോറൈഡ് ഡീകമ്പോസ് ഇൻ ടു Hg++Cl-. ഓക്കെ, നമ്മൾ മെർക്യൂറസ് ക്ലോറൈഡ് എന്തായി മാറും? അതിന് ഡിസോസിയേറ്റഡ് Hg+ഉം Cl- ആയിട്ട് മാറും. ഓക്കെ, സോ ഈ Hg+, അതായത് നമ്മൾ 2Hg+ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായി മാറും? മെർക്കുറി മെറ്റലായിട്ട് മാറും. മെർക്കുറി ആയിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ സെൽ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ കലോമൽ ഇലക്ട്രോഡ്. ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ലെഫ്റ്റുള്ളതെല്ലാം ആഡ് ചെയ്ത് ലെഫ്റ്റ് എഴുതുക, റൈറ്റിലുള്ളതെല്ലാം ആഡ് ചെയ്ത് റൈറ്റിൽ എഴുതുക. ഇവിടെ നോക്കുന്ന സമയത്ത് ലെഫ്റ്റിൽ നമ്മൾ മെർക്യൂറസ് ക്ലോറൈഡ് ഉണ്ട്. ഈ 2Hg+ഉം ഈ 2Hg+ഉം ക്യാൻസൽ ചെയ്ത് പോകും. പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് 2Hg+ പ്ലസ് 2Cl-. സോ ഈ കലോമൽ ഇലക്ട്രോഡിൽ നടക്കുന്ന ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. Hg2Cl2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് 2Hg പ്ലസ് 2Cl-. സോ നമ്മൾ സെൽ റിയാക്ഷൻ എഴുതി കഴിഞ്ഞു. ഇനി ഈ കലോമൽ ഇലക്ട്രോണിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഏതൊരു സെല്ലെടുത്താലും ഏതൊരു ഇലക്ട്രോഡ് എടുത്താലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സെൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഇതിൽ നമ്മൾ എങ്ങനെയാണ് സെൽ റെപ്രസെൻറ്റേഷൻ എഴുതുക? സിമ്പിളാണ്. അതിൻ്റെ അകത്തുള്ള ഈ കമ്പോണൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ തന്നെ എന്ത് കിട്ടി നമുക്ക്? അതിൻ്റെ സെൽ റിയാക്ഷൻ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു പ്ലാറ്റിനം വയർ ഉണ്ട്, മെർക്കുറി ഉണ്ട്, മെർക്യൂറസ് ക്ലോറൈഡ് ഉണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്. ഇത്ര എഴുതിയാൽ മതി. സോ നമ്മൾ പ്ലാറ്റിനം എഴുതി, ദെൻ മെർക്കുറി ബാർ അവർ കലോമൽ ബാർ KCl. So this is the cell representation of our കലോമൽ ഇലക്ട്രോഡ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ സെൽ റെപ്രസെൻറ്റേഷൻ കിട്ടി. കലോമൽ ഇലക്ട്രോഡിനെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? കലോമൽ ഇലക്ട്രോഡ് എന്ത് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡാണെന്ന് പറഞ്ഞു, അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു, ദെൻ അതിൻ്റെ അകത്തുള്ള റിയാക്ഷൻ നമ്മൾ പറഞ്ഞു, സെൽ റെപ്രസെൻറ്റേഷൻ പറഞ്ഞു. ഏതൊരു ഇലക്ട്രോഡ് എടുത്താലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് കലോമൽ ഇലക്ട്രോഡ്, നമ്മുടെ ഈ ഇലക്ട്രോഡിൻ്റെ എനർജി ഇക്വേഷൻ നമുക്ക് എഴുതിക്കൂടെ? നമ്മൾ ഓൾറെഡി എനർജി ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ നമ്മുടെ എനർജി ഇക്വേഷൻ വെച്ചാൽ എന്താണ്? E = E0 - 0.0591 divided by n log 10 to the base concentration of 1 divided by Mn+. So this is the എനർജി ഇക്വേഷൻ ഫോർ എനി ഇലക്ട്രോഡ്. ഏതൊരു ഇലക്ട്രോഡിൻ്റെയും എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇത് അല്ലെങ്കിൽ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് കണ്ടീഷനുള്ളത്. ഇത് നമ്മുടെ ഓർഡിനറി കണ്ടീഷനിൽ ടെമ്പറേച്ചർ വേരി ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഈ ഇക്വേഷൻ എഴുതുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ നമുക്ക് നമ്മുടെ കലോമലിനെ എഴുതി കൂടെ എഴുതാം. ഈ കലോമൽ ഈസ് ഈക്വൽ ടു E0 നമ്മൾ കലോമൽ ആയതുകൊണ്ട് കലോമലിനെ വിട്ട് കൊടുക്കും. ഈ കലോമൽ ഈക്വൽ ടു E0 കലോമൽ മൈനസ് 0.0591 ഡിവൈഡ് ബൈ n. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. കാരണം 2 ഇലക്ട്രോൺ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cl- raised to 2. സോ ഇവിടെ 2 എന്ന് പറയാൻ കാരണം നമ്മുടെ ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോൺസ്റ്റന്റ് 2 ആണ്. സോ നമ്മൾ റേസ്ഡ് 2 നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇനി വിച്ച് ഈസ് ഈക്വൽ ടു E0 കലോമൽ മൈനസ് 0.0591 ഡിവൈഡ് ബൈ 2 ഇൻറ്റു നമുക്കറിയാം log A raised to B എന്ന് പറഞ്ഞാൽ എന്താണ്? B log A ആണ്. നമ്മൾ മാത്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് 2 ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cl-. സോ 2 ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ ഫൈനലി വി ആർ ഗെറ്റിംഗ് E കലോമൽ ഈസ് ഈക്വൽ ടു E0 കലോമൽ മൈനസ് 0.0591 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cl-. ഓക്കെ, സോ ദിസ് ഇസ് ദ എനർജി ഇക്വേഷൻ ഫോർ കലോമൽ ഇലക്ട്രോഡ്. ഓക്കെ, സോ ഇതാണ് എന്ത്? നമ്മുടെ കലോമൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ദെൻ സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്ത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന കലോമൽ ഇലക്ട്രോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമ്മൾ സിങ്ക് എന്ന് പറയുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സിങ്കിനെ നമ്മളെ കലോമൽ ഇലക്ട്രോഡുമായിട്ട് എന്ത് ചെയ്യുന്നു? കപ്പിൾ ചെയ്യുന്നു അല്ലേ? ഇത് നമ്മൾ സിങ്ക് ഇലക്ട്രോഡ്, ഇത് നമ്മുടെ കലോമൽ ഇലക്ട്രോഡ്. ഇത് രണ്ടും കൂടി കപ്പിൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം എന്തായി? ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ അല്ലേ? ഈ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ എന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ, ഒരു വോൾട്ട്മീറ്റർ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് നമുക്ക് എന്ത് ഇവിടെ ഔട്ട്പുട്ടായി നമുക്കിവിടെ കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ സെൽ വാല്യൂ നമുക്ക് എന്ത് കിട്ടാം? ഈ വോൾട്ട്മീറ്ററിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകണം? നമ്മളെ സിങ്ക് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം യൂസിങ് അവർ കലോമൽ ഇലക്ട്രോഡ്.
അപ്പോൾ ഇങ്ങനെ കപ്പിൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ സിങ്ക് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആനോഡായിട്ട് ആക്ട് ചെയ്യും, നമ്മുടെ കലോമൽ ഇലക്ട്രോഡ് കാഥോഡായിട്ട് ആക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു ഇത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു ചോദിച്ചാൽ, ഈ നമ്മുടെ സിങ്ക് ഇലക്ട്രോഡിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. ഓക്കെ, അതേസമയം നമ്മുടെ കലോമൽ ഇലക്ട്രോഡിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. എപ്പോഴും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ളവൻ ആനോഡായിട്ട് ആക്ട് ചെയ്യും, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളവൻ കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അത് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് പഠിക്കുന്ന സമയത്ത് ഒന്നും കൂടി നിങ്ങൾക്കത് വ്യക്തമാവും. ഓക്കെ, ഇനി നമുക്കൊരു സെല്ല് കിട്ടിയില്ലേ, ഈ സെല്ലിൻ്റെ നമ്മൾ എന്ത് ചെയ്യാം, സെൽ റെപ്രസെൻറ്റ് ചെയ്തുകൂടെ അല്ലേ? നമ്മൾ ഡാനിയൽ സെല്ല് പറഞ്ഞില്ലേ, ഡാനിയൽ സെല്ല് നമ്മൾ എങ്ങനെയാണ് സെൽ റെപ്രസെൻറ്റ് ചെയ്യുക, ആദ്യം ആനോഡ് എഴുതും പിന്നെ കാഥോഡ് എഴുതും. ഓക്കെ, ഇവിടെ ആനോഡ് ആരാണ്, നമ്മുടെ സിങ്കാണ്. Zn bar Zn2+. ആനോഡിന് എപ്പോഴും എന്താ സംഭവിക്കുക, ഓക്സിഡേഷൻ സംഭവിക്കുക, അതായത് Zn 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Zn2+ ആയി മാറും. അതാണ് നമ്മുടെ ആനോഡ്. അപ്പോൾ സെൽ റെപ്രസെൻറ്റേഷനിൽ ആദ്യം നമ്മൾ എന്ത് എഴുതും, ആനോഡ് എഴുതുന്നു പിന്നെ കാഥോഡ് എഴുതുന്നു. കാഥോഡ് എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ്, നമ്മുടെ കാഥോഡിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതുക. അപ്പോൾ ആനോഡ് കാഥോഡ്. സോ ദിസ് ഇസ് ദ സെൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് സെൽ. ക്ലിയർ? റൈറ്റ്. ഇനി ഈ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാഥോഡ് മൈനസ് ആനോഡ്, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. സോ ദ സെൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഇവിടെ നമ്മുടെ കാഥോഡ് ആരാണ്, നമ്മുടെ കലോമൽ ഇലക്ട്രോഡ്, ദാറ്റ് ഈസ് ഈ SC. SC എന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് SCE എന്ന് പറയുന്നത്. ഓക്കെ, സോ SCE മൈനസ് നമ്മളെ ആനോഡ് ആരാണ്, സിങ്ക്, ഈ Zn2+ ബാർ Zn. ഓക്കെ, ദെൻ ഈ സെൽ ഈസ് ഈക്വൽ ടു നമ്മുടെ സ്റ്റാൻഡേർഡ് കലോമൽ ഇലക്ട്രോഡിൻ്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം അല്ലേ? സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ് വാല്യൂ എത്രയാണ്, ഇതാ സാച്ചുറേറ്റഡ് KCl ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 0.2422 വോൾട്ടാണ്. ഇത് നമ്മുടെ കലോമൽ ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് ഇത്. സോ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക, മൈനസ് ഈ സിങ്ക്. ദർഫോർ ഈ സിങ്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യുക, വി ആർ ഗെറ്റിംഗ് 0.2422 മൈനസ് ഈ സെൽ. ഈ സെല്ലിൻ്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടുക, സിമ്പിൾ, നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ഇവിടെ നമുക്ക് ഒരു ഡിജിറ്റലായിട്ട് ഇവിടെ കാണാം, അത് 1.4 അല്ലെ 1.3, നമ്മൾ എത്രയാണോ ആ ഡിജിറ്റ് വാല്യൂ ഇവിടെ നിന്ന് കിട്ടും. ആ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന സിങ്ക് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു അൺനോൺ ആയിട്ടുള്ള ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതേപോലെ സിങ്ക് നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കോപ്പർ ആണെങ്കിൽ കോപ്പർ, ഏത് മെറ്റലിൻ്റെയും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് കലോമൽ ഇലക്ട്രോഡ്. ഓക്കെ, സോ കലോമൽ ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. റൈറ്റ്? സോ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ കലോമൽ ഇലക്ട്രോഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഈസി ടു സെറ്റപ്പ്, നമുക്ക് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യാം. ഈ ഒരു കാരണം കമ്പാരിറ്റീവ്ലി ഒരു ചെറിയൊരു സെറ്റപ്പിൻ്റെ ആവശ്യമേ നമുക്ക് എന്തുള്ളൂ, കലോമൽ ഇലക്ട്രോഡിന് ആവശ്യമുള്ളൂ. ദെൻ നോ സെപ്പറേറ്റ് സോൾട്ട് ബ്രിഡ്ജ് ഈസ് റിക്വയർഡ്, ഒരു സെപ്പറേറ്റ് സോൾട്ട് ബ്രിഡ്ജിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ, ദെൻ തേർഡ് വൺ കൺവീനിയൻറ്റ് ഈസി ടു ട്രാൻസ്പോർട്ട്, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. അതാണ് കലോമൽ ഇലക്ട്രോഡിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജസ്. ഓക്കെ, ദെൻ വേരിയേഷൻ ഇൻ ദ പൊട്ടൻഷ്യൽ ഓഫ് എ കലോമൽ ഇലക്ട്രോഡ് വിത്ത് ചേഞ്ച് ഇൻ ക്ലോറിൻ, നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, സോ KClൻ്റെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് കലോമൽ ഇലക്ട്രോഡിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോൺസെൻട്രേറ്റ് കൂടുന്നതനുസരിച്ച് എന്ത് കുറയുന്നുണ്ട്, നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലായ കലോമൽ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറയുന്നുണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് കലോമൽ ഇലക്ട്രോഡ്. ദെൻ നെക്സ്റ്റ് ഈസ് അവർ തേർഡ് ക്ലാസ്, ദാറ്റ് ഈസ് ഗ്ലാസ് ഇലക്ട്രോഡ്. ഓക്കെ, നമ്മൾ തേർഡ് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡാണത് ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് ഇലക്ട്രോഡ് മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇറ്റ് ഈസ് മെയിൻലി യൂസ് ടു ഫൈൻഡ് ഔട്ട് ദി pH ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ്റെ pH കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് എന്ത് യൂസ് ചെയ്യുക, ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലാസ് ഇലക്ട്രോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പറയേണ്ടത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡാണ്. ഈ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ റെഫറൻസ് ഇലക്ട്രോഡ്. ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ റെഫറൻസ് ഇലക്ട്രോഡാണ്. ഇനി ഈ ഗ്ലാസ് ഇലക്ട്രോഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ pH ഓഫ് എ സൊല്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യുക, ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് എന്ത്, നമ്മളെ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്.
ഓക്കെ. സോ ഇതൊരു ഗ്ലാസ് ട്യൂബാണ്. ഓക്കെ, ഈ ഗ്ലാസ് ട്യൂബിൽ അതുപോലെ ഇതിൻ്റെ താഴത്തൊരു ഗ്ലാസ് ബൾബും ഉണ്ട്. ദെൻ നമ്മൾ ഇതിലൂടെ നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു സിൽവർ വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, AG. ഓക്കെ, ഈ സിൽവർ വയറിൽ നമ്മൾ എന്ത് കോട്ട് ചെയ്തിട്ടുണ്ട്, AgCl സിൽവർ ക്ലോറൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിൽവർ വയർ ഉണ്ട്, ആ സിൽവർ വയറിൽ നമ്മൾ എന്ത് കോട്ട് ചെയ്തിട്ടുണ്ട്, സിൽവർ ക്ലോറൈഡ് കോട്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഇലക്ട്രിക്കൽ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു സിൽവർ വയർ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ അകത്തൊരു ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ ഉണ്ട്. ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.1 മോളാണ്. ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഈസ് 0.1 മോളാർ, അത് ചേഞ്ച് ആവില്ല. ഓക്കെ, ദെൻ ദിസ് ഈസ് അവർ ഗ്ലാസ് ബൾബ്. അപ്പോൾ ഈ ഗ്ലാസ് ബൾബിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ഗ്ലാസ് ബൾബ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ്. ഇറ്റ് ഈസ് നോൺ എസ് കോർണിംഗ് ഗ്ലാസ്. ഇതിനെ നമ്മൾ കോർണിംഗ് ഗ്ലാസ് എന്ന് പറയും. ഈ കോർണിംഗ് ഗ്ലാസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോഡിയം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്. ഓക്കെ, ഈ പറയുന്ന മിനറൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, ഈ ഗ്ലാസ് ബൾബ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഗ്ലാസ് ബൾബ് ഇത്രയും പോർഷൻ, ഈ ഗ്ലാസ് ബൾബ് ഒരു മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, നമ്മുടെ ഗ്ലാസ് ബൾബിനുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ചില അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, ഈ പറയുന്ന ഗ്ലാസ് ബൾബിനുള്ള. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ഇലക്ട്രോഡ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇലക്ട്രോഡ് റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതിയിരിക്കണം. ഓക്കെ, ഇതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇതിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അങ്ങനെ എടുത്ത് എഴുതിയാൽ തന്നെ ഇതിൻ്റെ റെപ്രസെൻറ്റേഷനായി. അപ്പോൾ നോക്കുക, അതിൽ എന്തുണ്ട്, സിൽവർ ബാർ, സിൽവർ ക്ലോറൈഡ് ഉണ്ട് അല്ലേ, ഏതൊക്കെയോ സിൽവർ ബാർ, സിൽവർ ക്ലോറൈഡ് ബാർ. ദെൻ വേറെ എന്താ ഉള്ളത്, നമ്മുടെ 0.1 മോളാർ HCl ഉണ്ട്, 0.1 മോളാർ HCl ബാർ നമ്മുടെ ഗ്ലാസ്. ഓക്കെ, നമ്മുടെ ഗ്ലാസ് ബൾബ് ബാർ ഗ്ലാസ്. സോ ദിസ് ഇസ് ദ representation of our glass electrode, right? ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്ത് നമ്മളെ ഒരു സൊല്യൂഷൻ്റെ pH നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, നമ്മളെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ ഉണ്ട്. അതിൻ്റെ നോർമാലിറ്റി, അതിൻ്റെ മോളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്, അത് ചേഞ്ച് ആവുന്നില്ല. ദെൻ നമുക്ക് ഏത് സൊല്യൂഷൻ്റെ pH ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബീക്കറിൽ എടുക്കുക. അത് അവിടെ നോക്കിയേ. സോ ഇതൊരു ബീക്കറാണ്. ഈ ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു അൺനോൺ ആയിട്ടുള്ള സൊല്യൂഷൻ എടുക്കുന്നു. വേറൊരു ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ എടുക്കാമെന്ന് വിചാരിക്കുക. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ്റെ pH നമുക്കറിയില്ല, അല്ലെങ്കിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയില്ല, H+ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാത്തൊരു സൊല്യൂഷൻ, അതിനെ നമ്മൾ ടെസ്റ്റ് സൊല്യൂഷൻ പറയും. നമ്മൾ ബീക്കറിൽ നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എന്തിനെ ഡിപ്പ് ചെയ്ത് വെക്കും, നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിനെ ഡിപ്പ് ചെയ്ത് വെക്കും. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഗ്ലാസ് ഇലക്ട്രോഡ്, നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതെന്താണ്, ഈ ഗ്ലാസ് ബൾബ് എന്ന് പറയുന്നത് ഒരു മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യുന്ന പറയുന്നില്ലേ, ഈ ഗ്ലാസ് ബൾബ് ഇതിൻ്റെ ബോട്ടം എന്ത് ചെയ്യും, ഈ ടെസ്റ്റ് സൊല്യൂഷനുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഒരു കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ എത്രയാണ്, 0.1 മോളാറാണ്. ഇതിൻ്റെ പുറത്തുള്ള കോൺസെൻട്രേഷൻ ഡിഫറൻ്റ് ആണ്. ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, രണ്ട് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ക്രിയേറ്റ് അല്ലേ, ഇതൊരു കോൺസെൻട്രേഷൻ, ഇതൊരു കോൺസെൻട്രേഷൻ, ഇതൊരു pH വാല്യൂ, ഇതൊരു pH, രണ്ട് ഡിഫറെൻറ്റ് pH വാല്യൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു പൊട്ടൻഷ്യൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇതെന്താണ്, ഒരു മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യും. ഈ മെംബ്രെയിൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു സോഡിയം കോമ്പൗണ്ട് യൂസ് ചെയ്തിട്ടാണ് എന്ത് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ഈ ഗ്ലാസ് മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഗ്ലാസ് മെംബ്രെയിനിൽ ആരുണ്ട്, നമ്മളെ സോഡിയം ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഗ്ലാസ് മെംബ്രെയിൻ സോഡിയം. ഓക്കെ, അപ്പോൾ ഈ സോഡിയം ഈ ഗ്ലാസ് മെംബ്രെയിനുള്ള സോഡിയം എന്ത് ചെയ്യുന്നു വെച്ചാൽ, തൻ്റെ കയ്യിലുള്ള ഈ ഗ്ലാസ് മെംബ്രെയിൻ്റെ അകത്തുള്ള സോഡിയത്തെ എന്തുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അകത്തുള്ള H+മായിട്ട് എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. അതായത് സോഡിയം ക്ലോറൈഡിനെ സോഡിയം അയോണിനെ വിട്ടു കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തുള്ള H+നെ ആരെടുക്കും, ഇവനെടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള H+ എന്ത് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. സോ അതാണ് നോക്കുക, ആദ്യം നമ്മൾ ഗ്ലാസ് മെംബ്രെയിൻ ഉണ്ട്, പ്ലസ് നമ്മൾ Na+. സോ ഈ ഗ്ലാസ് മെംബ്രെയിൻ തൻ്റെ കയ്യിലുള്ള സോഡിയം അയോണിനെ വിട്ടു കൊടുത്തിട്ട് ഈ ടെസ്റ്റ് സൊല്യൂഷനുള്ള H+ അയോൺസിനെ ആര് എക്സ്ചേഞ്ച് ചെയ്യും, ഈ ഗ്ലാസ് മെംബ്രെയിൻ എക്സ്ചേഞ്ച് ചെയ്യും. എന്നിട്ട് ഈ H+ നേരെ ഇങ്ങോട്ട് വരും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, H+ൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നുണ്ട്. ആ മാറുന്ന കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മുടെ ഈ പുറത്തുള്ള പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തിട്ട് ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം,
അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് എന്ത് ഇതിൻ്റെ അകത്ത് നടക്കുന്ന മെക്കാനിസം. ഈ രീതിയിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷൻ്റെ pH നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഗ്ലാസ് ഇലക്ട്രോഡ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ calculating the pH of an unknown solution or pH of the test solution. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലാസ് ഇലക്ട്രോഡ് ഒരു അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇറ്റ്സ് ആൻ അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്. അത് പറയാൻ കാരണം ഇതാണ്, കാരണം ഇതിൻ്റെ അകത്ത് സോഡിയം അയോണിനെ അവൻ എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഒരു മെമ്പറായി ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവൻ ഈ H+ ഇതിൻ്റെ അകത്തോട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. തൻ്റെ കയ്യിലുള്ള സോഡിയം അയോണിനെ വിട്ടുകൊടുത്തിട്ട് H+ മേടിച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. റൈറ്റ്. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്ലാസ് ഇലക്ട്രോണിൻ്റെയും എന്ത് നമുക്ക് എഴുതാൻ പറ്റും, നമുക്ക് നാനോസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. E = E0 - 0.591 ഡിവൈഡഡ് ബൈ n log 1 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H+. ഇതെന്താണ്, നമ്മളെ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ നാനോസ്റ്റ് ഇക്വേഷനാണ് അല്ലേ. അപ്പോൾ ഈ G എന്ന് വെച്ചാൽ ഗ്ലാസ് ഇലക്ട്രോഡ്. സോ electrode potential of glass electrode is equal to standard electrode potential of glass electrode minus 0.0591 divided by n. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 1 ആണ്, കാരണം അവിടെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ 1 എന്ന് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, log 1 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H+. ദെൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് pH എന്ന് വെച്ചാൽ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് log കോൺസെൻട്രേഷൻ ഓഫ് H+. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. ഈ G ഈസ് ഈക്വൽ ടു E0G മൈനസ് 0.059 ലോഗ് 1 ഡിവൈഡഡ് ബൈ H+നെ നമ്മൾ ലോഗ് H+ ആക്കി മാറ്റുന്ന സമയത്ത് എന്താവും, ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ, ഒരു മാത്തമാറ്റിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ അവിടെയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്, ഈ പറയുന്ന 1 ഡിവൈഡ് ബൈ H+നെ മുകളിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരു മൈനസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആ മൈനസും ഈ മൈനസും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, പ്ലസ് കിട്ടും. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Eg is equal to E0G plus 0.0591 log concentration of H+. Okay. Then Eg is equal to E0G minus 0.0591 pH. ഈ log H+, നമുക്ക് എന്ത് പറയാം, നമുക്കറിയാം pH is equal to minus log H+ ആണ് നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ log H+ എന്തായിരിക്കും, മൈനസ് pH. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. സോ Eg is equal to E0G minus 0.0591 pH. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മുടെ pH വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം. ഈ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും. സോ ഈ രണ്ട് വാല്യൂ യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് തന്നിരിക്കുന്ന ടെസ്റ്റ് സൊല്യൂഷൻ്റെ pH വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ എന്ത്, നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയും. ഓക്കെ, pHൻ്റെ ടേംസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. So using this equation we can calculate the pH of a test solution. Right. ഇനി ഇതിൻ്റെ ഗ്ലാസ് ഇലക്ട്രോണിൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് സിമ്പിൾ ടു ഓപ്പറേറ്റ്. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. നമുക്ക് ഏത് സൊല്യൂഷനാണോ pH കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതൊരു ബീക്കറിൽ എടുക്കുക, എന്നിട്ട് അതിലോട്ട് നമ്മളുടെ ഗ്ലാസ് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി pH ഓഫ് ബോത്ത് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് സൊല്യൂഷൻ. അതായത് ഓക്സിഡേഷൻ സൊല്യൂഷൻ്റെയും അതുപോലെ തന്നെ റെഡ്യൂസിങ് സൊല്യൂഷൻ്റെയും pH നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഈസിലി പോയ്സൺ. ഇറ്റ് ഈസ് നോട്ട് ഈസിലി പോയ്സൺ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സെല്ലിലും, ഇപ്പോൾ നമ്മളിവിടെ സോ നമ്മൾ ഇവിടെ സിൽവർ നമ്മൾ യൂസ് ചെയ്തു അല്ലേ. ഇതേപോലെ നമുക്ക് ഏത് മെറ്റൽസ് വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. സിൽവറോ അല്ലെങ്കിൽ പ്ലാറ്റിനോ നമുക്കിവിടെ യൂസ് ചെയ്യാം. ചില ടെക്സ്റ്റിൽ നമുക്ക് ഇവിടെ പ്ലാറ്റിനം എന്നായിരിക്കും നമുക്ക് കാണുന്നത്. ഓക്കെ, സോ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിന് യാതൊരു ബാധിക്കുന്നില്ല. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തതുകൊണ്ട് ഇതിന് യാതൊരു ബാധകവും ഉണ്ടാവുന്നില്ല, യാതൊരു പ്രോബ്ലം. ഈ സിൽവർ അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല ഏത് നമ്മുടെ ഇലക്ട്രോഡ് ഗ്ലാസ് ഇലക്ട്രോഡിൽ. ഓക്കെ, അതാണ് നമ്മൾ നോട്ട് ഈസിലി പോയ്സൺഡ് എന്ന് പറയാൻ കാരണം. ദെൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ pH വാല്യൂ റേഞ്ചിങ് ഫ്രം 0 to 10. അപ്പോൾ നമ്മൾ 0 to 10 റേഞ്ച് വരയ്ക്കുള്ള pH വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അതായത് ആസിഡിൻ്റെയും കണ്ടുപിടിക്കാം, ബേസിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് കണ്ടുപിടിക്കാൻ നടത്താം. ഓക്കെ, ദെൻ ഗ്ലാസ് ഇലക്ട്രോണിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് pH വാല്യൂ എബോവ് 12. അത് pH വാല്യൂ 12 ആ റേഞ്ചിൽ 12 എന്നൊക്കെ പറയുമ്പോൾ അതെന്തായിരിക്കും, ബേസിക് ആയിരിക്കും അല്ലേ. നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷൻ ബേസിക് ആയിരിക്കും.
അപ്പോൾ ഇത്രയും വലിയ പി എച്ച് ഉള്ളതൊന്നും നമുക്ക് എന്ത് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സൊല്യൂഷൻ, ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഇൻ സൊല്യൂഷൻ ഓഫ് എത്തനോൾ, അസിറ്റിക് ആസിഡ് ആൻഡ് ജലാറ്റിൻ. ഇതുപോലുള്ള ഓർഗാനിക് സോൾവെൻറ്റിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ അല്ലെങ്കിൽ ഓർഗാനിക് ആസിഡ് അല്ലെങ്കിൽ ആൾക്കോളൊന്നും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്ത് നമുക്ക് പി എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചില ഡിസഡ്വാൻറ്റേജസ് ആർക്കുണ്ട്, നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിന് ഉണ്ട്. ദെൻ ഇനി നമ്മൾ എങ്ങനെയാണ് മെഷർമെൻറ്റ് ഓഫ് പി എച്ച് ഓഫ് സൊല്യൂഷൻ യൂസിങ് ഗ്ലാസ് ഇലക്ട്രോഡ്, നമ്മളത് എങ്ങനെയാണ് ഇക്വേഷനിലൂടെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിതിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഗ്ലാസ് ഇലക്ട്രോഡ് നമ്മൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ഒരു സൊല്യൂഷൻ്റെ ഒരു ടെസ്റ്റ് സൊല്യൂഷൻ്റെ പി എച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ ഗ്ലാസ് ഇലക്ട്രോഡ് ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കപ്പിൾ ചെയ്യും. നമ്മൾ ഗ്ലാസ് ഇലക്ട്രോഡ് തനിയെ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡായിട്ട് നമ്മൾ കലോമൽ ഇലക്ട്രോഡിനെ എടുക്കാം. കലോമൽ ഇലക്ട്രോഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കപ്പിൾ ചെയ്യും. സോ ഇത് നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡ്, ഇത് നമ്മുടെ കലോമൽ ഇലക്ട്രോഡ്. ഓക്കെ, സോ നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം, Ag⁻, AgCl, HCl 0.1 മോളർ ബാർ ഗ്ലാസ് ബാർ ടെസ്റ്റ് സൊല്യൂഷൻ. ഇതാണ് എന്ത്, നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ സെല്ലിൻ്റെയാണ് സെൽ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത്. Ag⁻, AgCl ബാർ HCl ബാർ ഗ്ലാസ് ബാർ ടെസ്റ്റ് സൊല്യൂഷൻ. ഓക്കെ, ദെൻ ഇതിന് നമ്മൾ എന്ത് യൂസ് ചെയ്ത് കപ്പിൾ ചെയ്യുന്നു, നമ്മുടെ കലോമൽ ഇലക്ട്രോണിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലേ, KCl⁻, Hg2Cl2 ബാർ Hg. ഓക്കെ, ദെൻ അപ്പോൾ ഇതിൽ ഈ ഗ്ലാസ് ഇലക്ട്രോഡും അതുപോലെ തന്നെ കലോമൽ രണ്ട് ഇലക്ട്രോഡ് നമ്മൾ കപ്പിൾ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യണം, അവിടെ ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ച പോലെ രണ്ട് ഇലക്ട്രോഡ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതിൽ ഇത്രയും നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡ് ആനോഡായിട്ട് ആക്ട് ചെയ്യും, നമ്മളെ കലോമൽ ഇലക്ട്രോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും, കാഥോഡായിട്ട് ആക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് ആനോഡ്, ഇത് എന്തുകൊണ്ടാണ് ഇത് കാഥോഡാകും ചോദിച്ചാൽ, ഇതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലായിരിക്കും, ഇതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവാണ്. അതുകൊണ്ടാണ് ഇത് ആനോഡായിട്ടും ഇത് കാഥോഡായിട്ടും എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ, കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സെല്ലിൻ്റെ EMF നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൂടെ. ഈ സെൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാഥോഡ് മൈനസ് ആനോഡ്. ഓക്കെ, കാഥോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സോ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഇവിടെ നമ്മുടെ കാഥോഡ് ആരാണ്, നമ്മുടെ കലോമൽ ഇലക്ട്രോഡാണ്. ഈ കലോമൽ മൈനസ് ഈ ഗ്ലാസ് ഇലക്ട്രോഡ്. SC എന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് വാല്യൂ അറിയാം, വിച്ച് ഇസ് ഈക്വൽ 0.2422 വോൾട്ട് മൈനസ് ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, Eg0 മൈനസ് 0.059 pH എന്ന് നമ്മൾ കാൽക്കുലേറ്റ് കണ്ടു ചെയ്ത് വെച്ചിട്ടുണ്ട്. കലോമൽ ഇലക്ട്രോഡിൻ്റെ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇതാണ്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ സെൽ ഈക്വൽ ടു 0.2422 മൈനസ് ഇത് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക ഉള്ളിൽ. സോ E0G പ്ലസ് 0.0591 pH കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ വാല്യൂ മാത്രം നമ്മൾ കണ്ടുപിടിച്ചൂടെ. therefore 0.0591 pH is equal to E cell minus 0.2422 plus E0G. So ഇതിൽ നമ്മൾ pHൻ്റെ വാല്യൂ മാത്രം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, pH is equal to E cell plus E0G minus 0.2422 divided by 0.059. ഓക്കെ, ഇതിൽ നമ്മുടെ ഈ സെല്ല് വാല്യൂ നമുക്ക് കിട്ടും. കാരണം ഇത് നമ്മൾ എന്ത് ചെയ്യുക, കപ്പിൾ ചെയ്യുന്ന സമയത്ത് ഒരു വോൾട്ട് ഇവിടെ വെച്ചിട്ടുണ്ടാവും അല്ലേ. ആ വോൾട്ട് മീറ്ററിലൂടെ നമ്മൾ കപ്പിൾ ചെയ്യുന്ന സമയത്ത് ആ വോൾട്ട് മീറ്ററിലുള്ള വാല്യൂ ആയിരിക്കും എന്ത്, E0 സെൽ എന്ന് പറയുന്നത്. E0G എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ, അത് നമുക്കറിയാം. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന സൊല്യൂഷൻ്റെ ടെസ്റ്റ് സൊല്യൂഷൻ്റെ pH വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഗ്ലാസ് ഇലക്ട്രോഡ്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കലോമൽ ഇലക്ട്രോഡും അതുപോലെ തന്നെ കലോമൽ ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു അൺനോൺ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് കുറിച്ചു. അതുപോലെ തന്നെ എന്താണ് ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് കുറിച്ചു. ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു അൺനോൺ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ pH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കി. ഓക്കെ, സോ വീഡിയോ കാണുക. ഇതിനോടൊപ്പം തന്നെ വേറൊരു ചെറിയൊരു ക്ലിപ്പും കൂടി വീഡിയോയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതും കൂടി നിങ്ങൾ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ
നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.